ഷംല എന്താണിത്? ഞാൻ ഒരു പണി ചെയ്യുന്ന ഈ കാണുന്നുണ്ടാ? മൊബൈലല്ല അത് പിന്നെ സിസ്റ്റം. പിന്നെ എന്താ കോളാമ്പി മൈക്ക് ഒന്ന് കുറച്ച് ലേശം കുറച്ച് അത്ര മതി, വേറെ കുഴപ്പമില്ല. ഞാൻ കുട്ടിയുടെ ചെവി അടിച്ചു പോവും. ആകെ ഒരു വൈകുന്നേരം ഇക്കൊണ്ട പണി കഴിഞ്ഞിട്ട് ഒന്ന് പഠിപ്പിക്കാതിരിക്കണ, അതിനിടയിൽ കോളാമ്പി മൊയ്ക്ക് പഠിപ്പിച്ചൂടെ? അല്ലാതെ പഠിച്ചൂടെ? ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണം. എന്താണ് ഇതായിട്ട് ഞാൻ ഇനി അപ്പുറത്ത് പോയിരിക്കണം? കുട്ടിനെ പഠിപ്പിക്കണ്ടേ? ഇതൊക്കെ വീട്ടില് പെണ്ണുങ്ങൾ ചെയ്യണ സാധാരണ ചെയ്യണ പണി തന്നെയാണ്. ചെയ്യണോണ്ട് എന്താ കുഴപ്പം? ഇവിടെ സാധാരണ ചെയ്യണ പണിയല്ല, അതിന് കൂട്ടിലടിച്ചിട്ടുള്ളില്. എന്താണ് ഇതിന്റെ ഉള്ളിൽ ഇത്ര കൂടുതൽ? നിങ്ങൾക്ക് ആ അപ്പുറത്തുള്ള വെള്ളം അറിയോ? ഷാനിബാനെ കെട്ടിയോനെ രാവിലെ അയാള് അവളെ ബ്രേക്ക്ഫാസ്റ്റിന് സഹായിക്കും. പിന്നെ അയാള് 10 മണിയാകുമ്പോ ജോലിക്ക് പോകും. ജോലിക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ആ കുട്ടിനെ പഠിപ്പിക്കും. എന്നിട്ട് രാത്രി ഡിന്നറുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് അയാൾ കിടന്നുറങ്ങുന്നത്. നിങ്ങളോ 7 നേരത്തിന്റെ മുകളിൽ നിന്ന് നിൽക്കും. ഈ കുട്ടിനെ പഠിപ്പിക്കല്, ഈ വീട്ടിലെ പണികൾ ഒക്കെ എന്റെ വലയില. അതായത് ഞാൻ ചലച്ചിട്ട് പോവാൻ വരട്ടെ. ഷാനിബാന്റെ ഭർത്താവിന് നല്ല ജോലിയുണ്ട്, സർക്കാർ സ്കൂളിലെ അധ്യാപകനാണ്. ഞാൻ അതല്ല, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. എനിക്ക് ഓഫീസിൽ ഇരുന്നിട്ടും വർക്ക് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് തീരാത്തത് ബാക്കി ഇവിടെ വന്നിരുന്ന് തീർക്കണം. അപ്പൊ അതിന്റെ സ്ട്രെസ് എനിക്കുണ്ട്. അതിലിടയ്ക്ക് അന്റെ കോളാമ്പി മൈക്ക എന്റെ ചെവിയിലേക്ക് വെക്കരുത്. കുട്ടിയുടെ ചെവി എന്തായാലും നശിപ്പിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അത് മര്യാദക്ക് മനസ്സിലാക്കുക. ഒരു പണി ചെയ്യാൻ സമ്മതിക്കും. ഞാൻ മര്യാദ പ്രശ്നങ്ങൾ നോക്കാം.